തദ്ദേശ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനത്തിൽ യു.ഡി.എഫിൽ സംസ്ഥാന തലത്തിൽ പൊതുധാരണയായില്ല. സീറ്റുകൾ ജില്ലാതലത്തിൽ തീരുമാനിക്കാൻ നിർദ്ദേശം നൽകി. അതേസമയം കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കങ്ങളിൽ കക്ഷി നേതാക്കൾ അതൃപ്തി അറിയിച്ചു. മൂന്നാർ മോഡൽ സമരം അതിരുവിട്ടാൽ അപകടം ചെയ്യുമെന്നും യു.ഡി.എഫ് യോഗത്തിൽ അഭിപ്രായം ഉയർന്നു. അതേസമയം മുന്നണികൾ എല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തന്ത്രങ്ങളിലേക്കും ആസൂത്രണങ്ങളിലേക്കും കടന്നു. സീറ്റ് വിഭജനത്തിൽ യു.ഡി.എഫ് ഉന്നതാധികാര സമിതിയിൽ പൊതുധാരണയായില്ല. ജില്ലാതല സമിതികൾ ചേർന്ന് തീരുമാനമെടുക്കാനാണ് നിർദ്ദേശം. ഇടുക്കിയിൽ കേരള കോൺഗ്രസ് എമ്മും മലപ്പുറത്ത് ലീഗും കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടു. പ്രാദേശിക നേതാക്കളെ കൂടി പങ്കെടുപ്പിച്ച് രണ്ട് ജില്ലയിലെയും തർക്കങ്ങളിൽ കൂടുതൽ ചർച്ച നടത്തും. മുന്നണിക്ക് പുറത്തുള്ള കക്ഷികളുമായി ധാരണയുണ്ടാക്കുന്നതിനുള്ള മാനദണ്ഡം 6-ാം തീയതി കൊച്ചിയിൽ നേതൃയോഗം ചേർന്ന് തീരുമാനിക്കും. കോൺഗ്രസിലെ തർക്കങ്ങളിൽ കക്ഷി നേതാക്കൾ അതൃപ്തി അറിയിച്ചു. എല്ലാ പാർട്ടികളും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാ പാർട്ടികളും വിവാദങ്ങൾ ഒഴിവാക്കണം എന്നുള്ള പൊതുവെയുള്ള ചില പരാമർശങ്ങളാണ് ഉണ്ടായത്. മൂന്നാർ മോഡൽ സമരങ്ങൾ നിയന്ത്രിച്ചില്ലെങ്കിൽ കാട് കയറുമെന്ന് യു.ഡി.എഫ് വിലയിരുത്തി. ഈ മൂവ്മെൻറ്റ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ട്രേഡ് യൂണിയനാകുമ്പോൾ അതിന് ചില അടുക്കും ചിട്ടകളൊക്കെ ഉണ്ട്. പോരായ്മകളുണ്ടെങ്കിൽ പോലും അടുക്കും ചിട്ടയും അതിന് ചില ക്രമീകരണങ്ങളും അതിന് ചില നേതൃത്വമൊക്കെ ഉണ്ട്. ഇത് വനിതകൾ മാത്രം അങ്ങ് ഇറങ്ങി തിരിച്ച് എല്ലാ യൂണിയനെ മാറ്റിയിട്ട് ഇറങ്ങി തിരിച്ചു പോകാന്ന് പറഞ്ഞാൽ അതൊരു എവിടെ ചെന്ന് അവസാനിക്കില്ല. വീരേന്ദ്രകുമാറിന്റെ തോൽവി അന്വേഷിച്ച ബാലകൃഷ്ണപിള്ള റിപ്പോർട്ടിന്മേൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ചർച്ചയുണ്ടാകൂ. ഉടൻ നടപടിയെടുക്കാനാകില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം നിലപാടെടുത്തു. യു.ഡി.എഫ് കോഴിക്കോട് ജില്ലാ കൺവീനർ സ്ഥാനം ജെ.ഡി.യുവിന് നൽകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് മുന്നണികൾ കൂട്ടിയും കിഴച്ചും കടന്നിരിക്കുന്നു. പ്രചരണം അതിൻ്റെ ആദ്യഘട്ടത്തിലേക്ക്, കൺവെൻഷനുകളിലേക്കൊക്കെ തന്നെ കയറുന്ന ഘട്ടത്തിൽ BJP, CPIM ഒപ്പം തന്നെ കോൺഗ്രസും എല്ലാം തന്നെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. അതുതന്നെയാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയവും പരിശോധിക്കുന്നത്. ചർച്ചയിൽ നമ്മോടൊപ്പം മാധ്യമപ്രവർത്തകൻ ജോൺ തോമസ്, CPIM നേതാവ് ശ്രീരാമകൃഷ്ണൻ, ഒപ്പം കേരള കോൺഗ്രസ് B നേതാവ് മനോജ്, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് ബാബു, BJP നേതാവ് ശ്രീധരൻപിള്ള തുടങ്ങിയവർ നമ്മോടൊപ്പം തത്സമയം ചേരുന്നു. ആദ്യം രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ജോണിലേക്ക് ഒരുപക്ഷെ പോകേണ്ടിയിരിക്കുന്നു. പൊതുവെയുള്ള സാഹചര്യങ്ങൾ എന്തായാലും കേരളത്തിലെ 2010 തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യങ്ങൾ വെച്ച്, അല്ലെങ്കിൽ അതിനുശേഷമുള്ള സാഹചര്യങ്ങൾ ഒക്കെ കടന്നു വന്ന് നിങ്ങളൊക്കെ തന്നെ നിരീക്ഷണങ്ങളൊക്കെ നടത്തുകയും എഡിറ്റോറിയലിലൊക്കെ തന്നെ എഴുതുകയും ഒക്കെ ചെയ്ത ഒട്ടേറെ വിഷയങ്ങളുണ്ട്. അതെല്ലാം കഴിഞ്ഞിപ്പോൾ 2015 ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ എന്തുകൊണ്ടൊരു പക്ഷേ മുന്നണികൾക്കെല്ലാം, CPIM ആയാലും കോൺഗ്രസ് ആയാലും, രണ്ട് പ്രധാന കക്ഷികൾ, അവർക്കെല്ലാം തന്നെ ഒരു പക്ഷേ വലിയൊരു അരക്കില്ലമായ അല്ലെങ്കിൽ കടുത്ത ഒരു വിഷമതയിലേക്ക് കാര്യങ്ങളൊക്കെ തന്നെ പോകുന്നു. വലിയ പ്രതീക്ഷകൾ, ഒരുപക്ഷെ അമിത പ്രതീക്ഷകൾ ഒരുപക്ഷെ പിന്തുടരാത്ത ഒരു സാഹചര്യം. എന്തുകൊണ്ട് ഇത്തവണ തെരഞ്ഞെടുപ്പിന് ഇത്രത്തോളം ഒരുപക്ഷെ ഒരു കാണാനുള്ള ഒരു സസ്പെൻസ് ഇടുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു? കാര്യം, ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു കർട്ടൻ റൈസറായിരിക്കും എന്നുള്ള ഒരു തോന്നലാണ് പ്രധാനമായി ഇരു മുന്നണികളെയും ബാധിച്ചിട്ടുള്ളത്. ഇവിടെ കഴിഞ്ഞ അരുവിക്കര തെരഞ്ഞെടുപ്പിന് ശേഷം UDF വിചാരിച്ചതിലും ഉയർന്ന ഒരു മാർജിനിൽ കിട്ടിയ ഒരു വിജയം അവർക്ക് ശുഭപ്രതീക്ഷകൾ നൽകിയിരിക്കുന്നു എന്ന തോന്നൽ നിൽക്കുമ്പോഴാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അത് ശ്രീ PP തങ്കച്ചൻ്റെ ഇന്ന് മുന്നണി യോഗം കഴിഞ്ഞതിന് ശേഷം PP തങ്കച്ചൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അരുവിക്കര തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തുണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ യാതൊരു മാറ്റവുമില്ല, ഞങ്ങൾക്ക് ഒരു വിന്നബിൾ സിറ്റുവേഷനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അവിടെ പറയുമ്പോഴും കാര്യങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിലേക്ക് വരികയാണ്. പക്ഷേ വളരെ പൊടുന്നനെ തന്നെ സംസ്ഥാന കോൺഗ്രസിനുണ്ടായ ചില പ്രശ്നങ്ങൾ മുന്നണിയിൽ ചില ആശങ്കകൾ, അല്ലെങ്കിൽ UDFിൽ ചില ആശങ്കകൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇന്നത്തെ UDFിൻ്റെ യോഗത്തിൽ പോലും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട്ണറായ മാണി ഗ്രൂപ്പിൻ്റെ നേതൃത്വം തന്നെ പറഞ്ഞിരിക്കുന്നത് CPMനെ നമ്മൾ വിമർശിക്കുമ്പോൾ അതിനേക്കാളും വലിയ പ്രശ്നങ്ങളാണ് കോൺഗ്രസിൽ എന്നാണ്. കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കണം. നിങ്ങൾ ഒരുപക്ഷെ പ്രശ്നങ്ങൾ പരിഹരിച്ചേക്കാം, പക്ഷേ ഇപ്പോൾ താഴെത്തട്ടിൽ ലഭിക്കുന്ന സന്ദേശം അങ്ങനെയല്ല.
അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നാണ് UDF-നകത്ത് കേരള കോൺഗ്രസ് മാണി വിഭാഗം ആവശ്യപ്പെട്ടിരിക്കുന്നത്. യെസ്, തീർച്ചയായും. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, എന്തായാലും വലിയ വളച്ചുകെട്ടില്ലാതെ പൂർവ്വകാല സാഹചര്യങ്ങളിലേക്കൊന്നും നമുക്ക് പോകേണ്ട. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മാത്രം എടുത്ത് വിലയിരുത്തുകയാണെങ്കിൽ ഇന്നത്തെ യോഗത്തിൽ പോലും ഒരുപക്ഷെ വാണി ഗ്രൂപ്പോ ഘടകകക്ഷികൾ വലിയ അതൃപ്തി തന്നെ ഒരുപക്ഷെ രേഖപ്പെടുത്തിയിരിക്കുന്നു. കാര്യങ്ങൾ സുഖകരമല്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന്റെ സാഹചര്യമൊക്കെ പരിശോധിച്ചാൽ അതിനേക്കാൾ കൂടുതൽ ഗ്രൂപ്പ് പോര് സങ്കീർണമായിരിക്കുന്നു. താങ്കൾ തന്നെ അറിയാം, ഉപസമിതിയുടെ അധ്യക്ഷൻ കൂടിയാണ് തൃശ്ശൂരിലെ പോര് സംബന്ധിച്ചൊക്കെയുള്ള നിയോഗിച്ച KPCCയുടെ ഉപസമിതിയുടെ. മാത്രവുമല്ല, കഴിഞ്ഞ സാഹചര്യത്തിലുണ്ടായിരുന്ന ബാലകൃഷ്ണപിള്ള വിഭാഗം അല്ലെങ്കിൽ ജോർജ് തുടങ്ങിയ ഒട്ടേറെ വ്യക്തികൾ പുറത്തു പോകുന്ന സാഹചര്യം, പൂർണ്ണമായി തന്നെ JSSO അല്ലെങ്കിൽ CMBO പൂർണ്ണമായി ഇല്ലതാനും, അങ്ങനെ ഒട്ടേറെ വിഷയങ്ങൾ കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് പല കാര്യങ്ങളും പറയാതെ കൺവീനർ പറയുകയും ചെയ്യുന്നുണ്ട്. ഗുരുതരമാണോ കാര്യങ്ങൾ? പഴയതുപോലെയുള്ള ആത്മവിശ്വാസത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കാൻ കഴിയുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടോ ഘടകകക്ഷികൾക്കെങ്കിലും? കോൺഗ്രസിനകത്തൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അത് പൊതുവേദിയിലേക്ക് ചർച്ചയ്ക്ക് വിഷയീഭവിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ഘടകകക്ഷികൾ അതിനകത്ത് ആശങ്ക പ്രകടിപ്പിക്കും. അതിനകത്തൊരു അത്ഭുതപ്പെടേണ്ടുന്നൊരു കാര്യവുമില്ല. ഘടകകക്ഷികൾ കൂടി കോൺഗ്രസിൻ്റെ ഒരു അഭിപ്രായ വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകളെ സ്വാഭാവികമായും ഘടകകക്ഷികൾക്ക് കൂടി അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണല്ലോ. അപ്പോഴവരത് കോൺഗ്രസ് കൂടുതൽ കരുതലോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കണം എന്ന് കോൺഗ്രസിനോട് പറയാനുള്ള സ്വാതന്ത്ര്യം UDF-നകത്ത് കോൺഗ്രസ് മറ്റ് കക്ഷികൾക്ക് അവകാശം വെച്ചു കൊടുത്തിട്ടുണ്ട്. എപ്പോഴും കോൺഗ്രസിനെ വേണമെങ്കിൽ അവർക്ക് ശാസിക്കാനോ അതല്ലെങ്കിൽ അവർക്ക് അവരുടെ നിർദ്ദേശങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം UDF-നകത്ത് കോൺഗ്രസ് കൊടുത്തിട്ടുണ്ട്. ഒരു ഏകാധിപത്യ മനോഭാവത്തിലൂടെ രൂപത്തിലോ അല്ല UDF-നെ കോൺഗ്രസ് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിനകത്ത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു തീർത്ത് ഏകസ്വരത്തിൽ തിരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന് ഘടകകക്ഷികൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നത്തെ യോഗത്ത് പങ്കെടുത്തിട്ടില്ല, എനിക്കതിൻ്റെ ഫീഡ്ബാക്കും കിട്ടിയിട്ടില്ല. പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ഒരു തികച്ചും സാധാരണമായ ഒരു പരാമർശമായി അതിനെ കണക്കാക്കിയാൽ മതി. അതിനകത്ത് ഒരു പൊട്ടിത്തെറിയുടെയോ അല്ലെങ്കിൽ ഒരു ഗുരുതരമായ ഒരു അവസ്ഥയുടെയോ കാര്യങ്ങളൊന്നുമില്ല. രണ്ടാമത്, ഇവിടെ ഒരിക്കൽ പോലും ഈ പ്രാദേശിക തിരഞ്ഞെടുപ്പുകളിൽ സംസ്ഥാന അടിസ്ഥാനത്തിൽ സീറ്റ് വിഭജനം ചർച്ച ചെയ്യാറില്ല, ചർച്ച നടത്താറുമില്ല. അത് ജില്ലാ അടിസ്ഥാനത്തിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. ജില്ല പോലും ഇപ്പോൾ അത് കൂടുതൽ താഴെത്തട്ടിലേക്ക് തന്നെ വിട്ടുകൊടുക്കുന്ന ഒരു തീരുമാനമാണ് UDF-നകത്തും പാർട്ടിക്കകത്തും കുറച്ച് കാലമായി നിലനിൽക്കുന്നത്. അതുകൊണ്ട് അത്തരമൊരു ആശങ്കയോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമോ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നീട് ഒന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്, നമുക്കറിയാമല്ലോ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയം. ഞാനൊരു കക്ഷിയെയും ചെറുതാക്കാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ കക്ഷിയെ വലുതാക്കാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ബാലകൃഷ്ണപിള്ളയുടെയും അതല്ലെങ്കിൽ CMBയുടെ പിളർപ്പും JSSലെ പിളർപ്പുമൊക്കെ ഒരു മുന്നണി രാഷ്ട്രീയത്തെ എത്രത്തോളം സ്വാധീനിക്കുമെന്ന് ഇവിടെ കൈരളി ചാനലിൽ, പീപ്പിൾസ് ചാനലിൽ സംസാരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം, താങ്കൾക്കും അറിയാം. അതുകൊണ്ട് അതിനെക്കുറിച്ച് വേവലാതിപ്പെടാൻ മാത്രമുള്ള ഒരു വസ്തുത അല്ലെങ്കിൽ താങ്കളിലേക്ക് മടങ്ങിയെത്താം. എന്തായാലും പുനഃസംഘടന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒക്കെ ഘടകങ്ങൾ പരാമർശിക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ശ്രീരാമകൃഷ്ണൻ, ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യങ്ങളും ഇപ്പോഴത്തെ സാഹചര്യങ്ങളും പരിശോധിക്കുമ്പോൾ നിങ്ങൾക്കും കാര്യങ്ങൾ സുഖകരമല്ല. പ്രത്യേകിച്ച് ഒപ്പമുണ്ടായിരുന്ന കഴിഞ്ഞ തവണത്തെ അല്ലെങ്കിൽ മുന്നണികൾ പരാമർശിക്കുമ്പോൾ RSP, JDU തുടങ്ങിയ പ്രമുഖ കക്ഷികൾ ഇപ്പോൾ കൂടെയില്ല. മാത്രവുമല്ല, ഇപ്പോൾ ഒരുപക്ഷെ സഹകരണം പറയുന്ന തലത്തിലേക്ക് വരുമ്പോൾ ബാലകൃഷ്ണപിള്ള അല്ലെങ്കിൽ INL തുടങ്ങിയ കക്ഷികൾ, അതിലൊരുപക്ഷെ എടുത്തു പരിശോധിച്ചാൽ CP പ്രബലമായ ഒരു കക്ഷി എന്ന നിലയിലേക്ക് വരുമ്പോഴും അവിടെയും സ്വയം വിമർശനമായി ഒട്ടേറെ കാര്യങ്ങൾ ഉൾക്കൊള്ളണം. പഴയ തോതിലുള്ള ഒരുപക്ഷെ മാധ്യമപ്രവർത്തകർ ജോണിനെ പോലുള്ളവരടക്കം എഴുതി കൂട്ടിയ വിഭാഗീയത അതൊരുപക്ഷെ തീരെ ഇല്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതിൽ അഭിമാനിക്കാം. പക്ഷേ ഇത്തരം കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പോരാട്ടത്തിലേക്ക് പോകുമ്പോൾ എത്രത്തോളം വെല്ലുവിളി? എന്തായാലും 10-ാം തീയതി മുമ്പ് പ്രകടന പത്രിക അടക്കം വരുന്നുണ്ട്. എന്തായിരിക്കും സ്റ്റിക്ക് ഓൺ ചെയ്ത് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ? ഏത് രീതിയിലൊരു പ്രകടന പത്രിക, ഏത് രീതിയിലായിരിക്കും കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നത്? കാരണം BJP കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്, പ്രതിനിധി കൂടി ഉള്ള സ്ഥിതിക്ക് എല്ലാം ഏത് രീതിയിലാണ് CPM ഒരു ഭയപ്പാടോടുകൂടി അല്പമെങ്കിലും അതോ ആത്മവിശ്വാസം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണോ കാര്യങ്ങളെ സമീപിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, ഘടകകക്ഷികളുടെ എണ്ണത്തെ മാത്രം ആസ്പദമാക്കി രാഷ്ട്രീയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. കാരണം ഘടകകക്ഷികളുടെ എണ്ണം കൂടുകയോ കുറയുകയോ എന്നുള്ളത് ബാധിക്കാത്ത നിലയിലുള്ള തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ഉണ്ടായതിൻ്റെ ചരിത്രമാണ് കേരളത്തിൽ ഏത് കാലത്തുണ്ടായിട്ടുള്ളത്.
ഒരു മുന്നണി എന്ന് പറയുന്നത് പൊതുവായ ഒരു രാഷ്ട്രീയ നിലപാടിൽ യോജിച്ച് നിൽക്കുന്നവരുടെ ഒരു കൂട്ടുകെട്ടാണ്. അപ്പോൾ ആ രാഷ്ട്രീയ നിലപാടിൽ വിട്ടുപോയാൽ അവരുടെ അണികളെല്ലാം അവരുടെ കൂടെ വിട്ടുപോകും എന്നുള്ളത് സങ്കല്പിക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്, യുക്തിസഹമല്ല. രണ്ട്, കേരളത്തിൽ ഇപ്പോൾ UDFൻ്റെ ഈ അമിത പ്രതീക്ഷ ഇപ്പോൾ ശ്രീ PP തങ്കച്ചൻ പറയുമ്പോഴും എനിക്ക് വളരെ കൗതുകമാണ് തോന്നുന്നത്. കഴിഞ്ഞ 25 കൊല്ലമായിട്ട് UDF തന്നെ വിജയിച്ചുകൊണ്ടിരിക്കുന്ന 100 സീറ്റ് UDF വിജയിച്ചപ്പോൾ LDF വിജയിച്ചപ്പോൾ പോലും ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തൊരു സ്ഥലത്ത് അവിടുത്തെ സിറ്റിംഗ് MLA ആയ G കാർത്തികേയൻ മരണമടഞ്ഞതിനെ തുടർന്നൊരു ഉപതെരഞ്ഞെടുപ്പുണ്ടായി. ആ ഉപതെരഞ്ഞെടുപ്പിൽ അധികം വോട്ടുകളൊന്നും അധികം വാങ്ങാതെ BJP കുറച്ച് വോട്ടുകൾ കൂടുതൽ വാങ്ങിയതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ പുത്രൻ അവിടെ വിജയിച്ചു. അതൊരു വസ്തുതയാണ്. ഈ വസ്തുതയെ വെച്ചുകൊണ്ട് കേരളത്തിലാകെ ഞങ്ങൾ അങ്ങോട്ട് ഇടിച്ച് കയറിയിരിക്കുകയാണെന്നുള്ളൊരു വ്യാജസ്തുതി സ്വയം പറഞ്ഞിട്ട് അത് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നത്? കോൺഗ്രസിനകത്ത് അധികാര തർക്കങ്ങളും വടംവലികളൊക്കെ മുൻപുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് കൊലപാതകങ്ങളിലേക്ക്, തെരുവിൽ 4 പേരാണ് മരിച്ചത്. അതിൻ്റെയൊക്കെ പിറകിൽ ഉത്തരവാദപ്പെട്ട മന്ത്രിയും DCC പ്രസിഡൻറ്റും ഉൾപ്പെടെയുള്ള ആളുകളുണ്ടെന്ന് ഈ കൊല ചെയ്യപ്പെട്ടവരുടെ ആരുടെ ഉമ്മമാരും അമ്മമാരും പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം നടക്കുന്നില്ല. അപ്പോൾ കൊലപാതകികളെ സംരക്ഷിക്കുന്നു. കൊലപാതകികൾക്ക് ആവശ്യമായ കൊട്ടേഷൻ കൊടുക്കുന്ന സംഘമായിട്ട് കോൺഗ്രസിന് നേതൃത്വം മാറുന്നു. കോൺഗ്രസ് ഗ്രൂപ്പ് പോരിൻ്റെ ഭാഗമായിട്ട് വ്യാപകമായ അഴിമതി കഥകൾ പുറത്തു വരുന്നു. ഇപ്പോൾ കൺസ്യൂമർ ഫെഡ് ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള വാർത്തകളല്ലേ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ 4500 ആളെ നിയോഗിച്ചെന്ന് പറയുന്നത്. 4500 ആളെ നിയമിച്ചതിന് ശേഷം എന്താ കൺസ്യൂമർ ഫെഡിൽ നടന്നത്? ഇപ്പോൾ സതീശൻ പാച്ചേനി പറയുന്നതിന് നമുക്ക് വിശ്വാസമെടുക്കാം. അദ്ദേഹം KPCC നേതാവാണല്ലോ. അദ്ദേഹത്തെ ജോയ് തോമസിനെ മാറ്റാൻ പറ്റില്ലെന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നത്. മാത്രമല്ല KPCC പ്രസിഡന്റ് ഉന്നയിച്ച വിഷയങ്ങൾ പോലും എന്തായാലും അത് പ്രത്യക്ഷമായി നിലനിൽക്കുന്നു. ആ സ്ഥിതിക്ക് അതിലേക്ക് നമുക്ക് എന്തായാലും വരാം. അവിടെ അവിടെ ജനറൽ സെക്രട്ടറി തന്നെ എന്തായാലും കാര്യം വിശദീകരിക്കും. ഇവിടെ ഒരു ഫാക്ടറായി ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ CPM-നെ ചുറ്റിപ്പറ്റി ചർച്ചകളിലേക്ക് വരുമ്പോൾ ഒരു വലിയ ഒരു വിശാലമായ പ്രതലത്തിലേക്ക് ചർച്ചകൾ കൊണ്ടുപോകുന്ന ആ BJP-യുടെ ഇടപെടൽ സംബന്ധിച്ച് BJP-യുടെ വോട്ടിംഗ് ഘടന, അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ്, അതിന് മുൻപായി നടന്ന ഏറ്റവും അവസാനമായി ഒരു പക്ഷേ നടന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്, ഈ സാഹചര്യങ്ങളൊക്കെ നോക്കുമ്പോൾ BJP-യുടെ വളർച്ചയിൽ CPM ഭയപ്പെടുന്നുണ്ടോ? അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇത്തരത്തിൽ പ്രാദേശിക തലത്തിൽ, കാരണം പല വിഷയങ്ങളാണ് പ്രാദേശിക തലത്തിൽ വരുന്നത്, സംസ്ഥാന തലത്തിലുള്ള വിഷയങ്ങൾക്കാൾ ഉപരി പ്രാദേശിക തലത്തിൽ ഒട്ടേറെ വികാരങ്ങൾ, ഒട്ടേറെ വിഷയങ്ങൾ അവിടെ ഉടലെടുക്കുന്നുണ്ട്. അതുകൊണ്ട് നീക്കുപോക്ക് സംബന്ധിച്ച് അത്തരം ഒരു ഉൾക്കാഴ്ചയോട് കൂടിയുള്ള ചില കാര്യങ്ങളെങ്കിലും CPM മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ ഏതെങ്കിലും തലത്തിൽ? അല്ല, BJP-യെ ഞങ്ങളെന്തിനാണ് ഭയപ്പെടുന്നത്? പക്ഷേ BJP-യുടെ ലക്ഷ്യം CPM-നെ തകർക്കലാണെന്നും UDF-ഉമായിട്ട് നീക്കുപോക്കുണ്ടാക്കുന്നതിൽ ഞങ്ങൾക്ക് വലിയ വിരോധമില്ലെന്നും തോന്നിക്കുന്ന മട്ടിലാണ് അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാനൊരൊറ്റ ഉദാഹരണം പറയാം. കാഞ്ഞങ്ങാട് ഞങ്ങളുടെ പ്രവർത്തകൻ നാരായണൻ കൊല ചെയ്യപ്പെട്ടു. നാരായണനെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹത്തെ സംസാരിക്കാൻ വിളിക്കുക. അവിടെ ആകെ ഒരു വീടേ ഉള്ളൂ, ആകെ BJP-ക്കാരൻ്റെ വീട്. എന്നിട്ടാണ് അദ്ദേഹത്തെ കുത്തുന്നത്. ആ കുത്തുന്ന ബഹളം ശബ്ദം കേട്ടിട്ടാണ് അദ്ദേഹത്തിന് അനിയൻ അരവിന്ദൻ ഓടി വരുന്നത്. ഈ അരവിന്ദനെയും നാരായണനെയും ആ കൊലക്കേസിൽ പ്രതികളാക്കിയിരിക്കുകയാണ് ഈ പോലീസ്, കേരള പോലീസ്. ആർക്ക് വേണ്ടിയാണ്? അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഘടകങ്ങൾ പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും തദ്ദേശ. അല്ല, ആ ഘടകങ്ങളൊന്നും അങ്ങനെ പ്രതിഫലിക്കില്ല. കാരണം BJP-യെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രതീക്ഷ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം തകരുന്ന അനുഭവങ്ങളാണ് കഴിഞ്ഞ 1.5 കൊല്ലത്തിനിടയിൽ ഉണ്ടായത്. ഇന്ത്യ രാജ്യത്തിന് ഈ ട്രേഡ് യൂണിയനുകൾ തന്നെ പാടില്ല എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ചിന്തിക്കുന്ന പോലുള്ള ചിന്തയുമായിട്ടാണ് മോഡി ഗവൺമെൻറ് പോകുന്നത്. ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. മൂന്നാമത്തെ ഒരു കാര്യം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഇത്രമാത്രം സമ്പുഷ്ടമാക്കിയത് LDF-ൻ്റെ രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായിരുന്നു. ഫണ്ടും അധികാരങ്ങളൊക്കെ കൊടുത്ത് ഇന്ത്യയിൽ എവിടെ ഇല്ലല്ലോ അത്. 40% പ്ലാൻ ഫണ്ട് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം, അത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം, സമ്പൂർണ്ണ ഭവന നിർമ്മാണ പദ്ധതി EMS ഭവന നിർമ്മാണ പദ്ധതി അവസാനിപ്പിച്ചു കേരളത്തിൽ. ഗവൺമെൻറ് ഇനിയിപ്പോൾ വായ്പ കൊടുക്കില്ല, വായ്പ എടുത്താൽ ഞങ്ങൾ പലിശയും കൊടുക്കില്ല, ഉത്തരവാദിത്തം ഇല്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു. ഗവൺമെൻറ് പിൻവലിക്കപ്പെട്ടു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു റെക്കോർഡ് പദ്ധതിയായിരുന്നു ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വം നടക്കുന്ന ഭവന നിർമ്മാണ പദ്ധതി. അത് പിൻവലിച്ചു. അങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ. ഈ അനുഭവങ്ങളൊന്നും തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യപ്പെടില്ലേ? സ്വാഭാവികമായിട്ടും താഴെത്തട്ടിലെത്തുമ്പോൾ ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടും. അതിൻ്റെയൊക്കെ പ്രതിഫലനങ്ങളുണ്ടാകും. അതെല്ലാം വലതുപക്ഷ വിരുദ്ധമായിട്ട് തന്നെ പ്രതിഫലിപ്പിക്കപ്പെടും. അത്ര അടിയൊഴുക്കുകളൊന്നും എന്തായാലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ശ്രീധരൻപിള്ള ഇവിടെ സൂചിപ്പിച്ചതുപോലെ എന്തായാലും സാമുദായിക ധ്രുവീകരണം ലക്ഷ്യമിട്ടുള്ള ചില മാസ്റ്റർ പ്ലാനുകളുമായി BJP പോകുന്നുണ്ടെങ്കിൽ ആ തന്ത്രങ്ങളൊന്നും തന്നെ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതിനി എന്തായാലും അതിന് തുടർച്ചയും ഉണ്ടാകില്ല എന്നാണ് ഒരുപക്ഷെ കോൺഗ്രസും CPM-ഉം തറപ്പിച്ച് പറയുന്നത്. ഏത് രീതിയിലുള്ള ഒരു പാക്കേജാണ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്? എന്തായാലും രണ്ട് കക്ഷികൾക്കും നിങ്ങളുടെ സംബന്ധിച്ചുള്ള ഒരു നിർണായകം എന്നതിനേക്കാൾ ഉപരി
ഒരു ജീവൻ മരണ പോരാട്ടമായി തെരഞ്ഞെടുപ്പ് മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്, ഏതൊക്കെ കാര്യങ്ങൾ പ്രസക്തമാക്കും BJP മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ ദിശ? ഈ രണ്ട് മുന്നണികളും തറപ്പിച്ച് പറയുന്നെന്ന് പറഞ്ഞില്ല താങ്കൾ. ഈ രണ്ട് മുന്നണികളുടെയും സംബന്ധിച്ച് മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഒരു അപജയം കൊണ്ടത് പിടിച്ചു നിൽക്കാനാവാത്ത അവസ്ഥയിലേക്ക് എത്തുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി ഒരു മൂന്നാം ശക്തി ഈ രണ്ട് മുന്നണികൾക്കൊപ്പം അതിന് ഒരടി മുന്നിലായി എത്തിപ്പെടാൻ പോവുകയാണ്. ഇത് പറയുമ്പോൾ ഈ ചരിത്രത്തിൽ ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ഞങ്ങൾക്കൊരു പാളിച്ച പറ്റിയിട്ടുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. 2004 തെരഞ്ഞെടുപ്പിൽ ഒരു നഗരസഭ ഒറ്റയ്ക്ക് ഭരിക്കാൻ BJPക്ക് സാധിച്ചു. 8ഓളം പഞ്ചായത്തുകൾ ഒറ്റയ്ക്ക് ഭരിക്കാനായിട്ട് BJPക്ക് സാധിച്ചു. 21 സ്ഥലങ്ങളിൽ മറ്റുള്ളവരുമായിട്ട് ചേർന്നുകൊണ്ട് അങ്ങനെ 10-21 പഞ്ചായത്തുകളിലും ഒരു നഗരസഭയിലും 11 മാസം ഒരു കൊല്ലത്തോളം പാലക്കാട് നഗരസഭ ഞങ്ങൾ ഒന്നാമത്തെ കക്ഷി എന്നുള്ളത് ഭരിച്ചതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ വന്നിട്ടുണ്ട്. അന്ന് 10-600 സീറ്റുകൾ കിട്ടിയിരുന്നു. 2000-ഓളം സീറ്റുകൾ ഞങ്ങൾ 2ാം സ്ഥാനത്ത് വന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യമുണ്ട്. പിന്നീട് രാഷ്ട്രീയത്തിൽ കുറച്ച് വന്നു. ഇപ്പോൾ വീണ്ടും തിരിച്ച് അതിനേക്കാൾ ശക്തമായി 10 മടങ്ങ് ശക്തമായിട്ട് ഞങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം വന്നിരിക്കുന്നു. കാരണം ജനങ്ങൾക്കിടയിൽ ഈ മുന്നണികളെ മടുത്തിരിക്കുന്നു. ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഏത് രംഗത്തും രാഷ്ട്രീയ അതിപ്രസരവും തമ്മിലടിയാണ്. ഇതിൻ്റെ ആന്തരിക ഘടനകളെ സംബന്ധിച്ച് ഞാനൊന്നും പറയുന്നില്ല. UDF ആയാലും LDF ആയാലും ബാലകൃഷ്ണപിള്ളക്ക് അങ്ങോട്ട് പോകാം, പിന്നെ CPI ഇങ്ങോട്ട് വരാം. എല്ലാം ഒരു എന്താ തത്വശാസ്ത്രമായി യുവതലമുറയ്ക്ക് കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൈവശം എന്താ ഉള്ളത്? താങ്കൾ പറയുമ്പോഴും SNDPയുടെ കാര്യം എടുത്തു നോക്കുക. ഏറ്റവും ഒടുവിൽ ഒരുപക്ഷെ BJPക്കുള്ളിൽ പോലും ചില കാര്യങ്ങളിൽ ചേരിതിരിവുണ്ടാകുന്നു. NSS ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുന്നു. VSDP ഉൾപ്പെടെയുള്ള ചില പാർട്ടികളെ ചില സാമുദായിക സംഘടനകളെ ഒപ്പം കൂട്ടി എന്നതിലുപരി വലിയ തോതിൽ കാര്യങ്ങളിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കേണ്ട ഒരു സാഹചര്യമാണോ ഇപ്പോഴുള്ളത് BJPക്ക്? കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മാത്രം വെച്ചുകൊണ്ട് ഇവിടെ പറയുന്ന CPM പ്രതിനിധി അടക്കമുള്ളവർ പറയുന്നത് പോലെ വലിയ ആത്മവിശ്വാസത്തിലേക്ക് പോകാൻ കഴിയില്ല. സാഹചര്യം അതാണ് സൂചിപ്പിക്കുന്നത്. അതിനെ ഒരു വാസ്തവമായി ഉൾക്കൊള്ളുന്നുണ്ടോ? അല്ല, അതുകൊണ്ടാണല്ലോ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും ഒക്കെ 6 സീറ്റിൽ 1ാം സ്ഥാനത്ത് ഈ രണ്ട് മുന്നണികളെയും തട്ടിമാറ്റിയിട്ട് 1ാം സ്ഥാനത്ത് വരാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ലേ? 2004 ഞങ്ങൾക്ക് 5 സ്ഥലത്ത് 1ാം സ്ഥാനത്തും 5 സ്ഥലത്ത് 2ാം സ്ഥാനത്തും വന്നെന്ന് പറഞ്ഞാൽ മുന്നണികളെ തട്ടിമാറ്റിയിട്ടല്ലേ വന്നിട്ടുള്ളത്. മുന്നണികളെ തട്ടിമാറ്റി അത്തരത്തിൽ വരാൻ സാധിക്കുമെന്നുള്ള രാഷ്ട്രീയ സാഗരം ഒരു ഭാഗത്ത്. 2 നരേന്ദ്രമോദി ആ രാജ്യത്തുണ്ടായ മാറ്റം അതിനെ വേണ്ടത്ര എന്നും കേരളം അങ്ങനെയാണ്. 77 ഇന്ദിരാഗാന്ധി നമ്മുടെ അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ആ മാറ്റം ഉണ്ടാകാൻ പോകുന്നു. അതുകൊണ്ടാണ് ഇവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ BJPക്ക് പലയിടത്തും ജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രശ്നം, ഈ രണ്ട് മുന്നണികളെ എന്താ വ്യത്യാസമുള്ളത്? കേരളമല്ല, ഇന്ന് ഇന്ത്യ രാജ്യത്തെ എല്ലാ രംഗങ്ങളിലും കാർഷിക വളർച്ചയായാലും വ്യാവസായിക വളർച്ചയായാലും വിദേശത്തിൻ്റെ പണം വരുന്നതുകൊണ്ട് നമുക്ക് മണി ഓർഡർ എക്കോണമി ഉള്ളത് കൊണ്ട് നമ്മൾ പിടിച്ചു നിൽക്കുന്നു. ഇല്ലെങ്കിൽ ഏറ്റവും ഇന്ത്യയിൽ പിന്തള്ളപ്പെട്ടു പോകുന്ന സംസ്ഥാനമല്ലേ? ഇതെല്ലാം ഇവരുടെ സംഭവം. ഇതെല്ലാം ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കഴിഞ്ഞു. പിന്നെ SNDPയുടെ കാര്യം താങ്കൾ ചോദിച്ചു. SNDP മാത്രമൊന്നുമല്ല, SNDP ആയാലും NSS ആയാലും ഒക്കെ ഞങ്ങളെ സഹായിച്ച ചില ഘട്ടങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ ജയിക്കുന്ന സാഹചര്യം വരുന്ന സ്ഥലങ്ങൾ ആ സഹായം എല്ലാ സാമുദായിക സംഘടനകളും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം. ഇവരുമായിട്ടൊക്കെ ഇടപഴകുന്ന ആളായതുകൊണ്ട് NSS ആയാലും SNDP ആയാലും അവരൊക്കെ ഞങ്ങളെ, കാരണം ഇതൊരു മാറ്റം വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. കാര്യങ്ങൾ താങ്കൾ വിശകലനം ചെയ്യുന്ന വ്യക്തിയാണ്. ഇവിടെ SNDP നേതാവ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ചില ഏറ്റവും സാഹചര്യങ്ങൾ അനുസരിച്ച് അദ്ദേഹം പല വാദഗതികൾ ഉന്നയിക്കുന്നു. ഏറ്റവും ഒടുവിൽ വെള്ളാപ്പള്ളി നടേശന്റെ, താങ്കളിലേക്ക് എത്താം, വെള്ളാപ്പള്ളി നടേശന്റെ ചരിത്രം പരിശോധിച്ചാൽ, അല്ലെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ പ്രാദേശിക തലത്തിൽ പലതരത്തിലുള്ള വികാരങ്ങളാണ് പ്രതിഫലിക്കുന്നത്. അവിടെ ഒരു നേട്ടം ഉണ്ടായാൽ കൂടി നേട്ടത്തിൻ്റെ ഭാഗം തെരഞ്ഞെടുപ്പിന് ശേഷം ഉൾക്കൊണ്ടുകൊണ്ട് വാദഗതികളെ അങ്ങോട്ട് മാറ്റുന്ന ഒരു ചരിത്രം വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തന്ത്രപരമായ എന്ത് നിലപാടായിരിക്കും ഒരുപക്ഷെ SNDPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോകുന്നത്? SNDP കഴിഞ്ഞ എന്തായാലും ഇവർക്കൊപ്പം BJPക്കൊപ്പം പ്രാദേശിക തലത്തിലുള്ള ഒരു ഏകീകരണം എന്തായാലും നടക്കും. അതിനേക്കാൾ ഉപരി തന്ത്രപരമായ ഒരു നിലപാട് SNDP കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഒരു BJP അനുകൂല SNDP നേതൃത്വം, അതിൻ്റെ അണികൾ അങ്ങനെയാണോ എന്നുള്ളത് ഇനിയും ഏതെങ്കിലും ഒരു ഇലക്ഷനെ അവർ സപ്പോർട്ട് ചെയ്തതിന് ശേഷം ഉണ്ടാകേണ്ട തീരുമാനങ്ങളാണ്. പക്ഷേ SNDP നേതൃത്വം കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ BJP അനുകൂല സമീപനമാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരളവോളം അത് BJPയുടെ വളർച്ചയ്ക്ക് സഹായമായിട്ടുണ്ട് എന്ന് പറയുന്നതിലും യാതൊരു തെറ്റുമില്ല. പക്ഷേ SNDP നേതാവ് ഉൾപ്പെടുന്ന പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ UDFനെ എതിർത്ത് അല്ലെങ്കിൽ LDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അഹോരാത്രം ശ്രമിച്ചിട്ട് പോലും അവർക്ക് അവിടെ
അവരുടെ ലക്ഷ്യം കാണാൻ കഴിഞ്ഞില്ല. അതേസമയം ഇടുക്കിയിൽ UDFനെ സപ്പോർട്ട് ചെയ്തിട്ട് പോലും അവിടെ ഇടതുമുന്നണിക്ക് ജയിക്കുകയും ചെയ്തു. അവിടെ SNDP നല്ല ശക്തിയുള്ള ഒരു ഭാഗമാണ് ഇടുക്കി. പക്ഷേ SNDP നേതൃത്വം പറയുന്നതിനനുസരിച്ച് അവരുടെ അണികളെല്ലാം വോട്ട് ചെയ്യണം എന്നില്ല. വെള്ളാപ്പള്ളി നടേശൻ SNDPയുടെ നേതാവ് എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നിങ്ങൾ ജയിച്ചത്, ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് കൊണ്ടാണ് നിങ്ങൾ ജയിച്ചത്. അരുവിക്കരയുടെ കാര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ എന്താ അദ്ദേഹം പറഞ്ഞത്? അതൊരു അദ്ദേഹം ശബരിനാഥ് അവിടെ സ്യൂട്ടായ ഒരു സ്ഥാനാർത്ഥിയല്ല, M. വിജയകുമാർ ഏറ്റവും ശക്തനായ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ വന്നപ്പോഴത്തേക്ക് അദ്ദേഹം നിലപാട് മാറ്റിയില്ലേ? അദ്ദേഹം പറഞ്ഞത് ഏറ്റവും ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല, അദ്ദേഹം ശബരിനാഥ് വളരെയേറെ മെച്ചപ്പെട്ടിരിക്കുന്നു, വിജയസാധ്യതയുള്ള നേതാവെന്നത്. അദ്ദേഹം നിലപാടുകൾ മാറ്റിയേക്കാം. ഇപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്? ഞങ്ങൾക്ക് ആരോടും ഐത്തമില്ല, ഒരു പാർട്ടിയോടും ഐത്തമില്ല. അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി പറയുന്നത് എന്താ? ഞങ്ങൾക്ക് ആരോടും ഐത്തമില്ല, വേണമെങ്കിൽ CPM-ഉമായിട്ട് ഞങ്ങൾ സഖ്യത്തിന് തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് SNDPയുടെ നിലപാട് പൂർണ്ണമായും BJPക്ക് അനുകൂലമാകുമോ, തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവരെന്താണ് സ്റ്റാൻഡ് എടുക്കാൻ പോകുന്നതെന്നുള്ളത് അവരുടെ ആർക്കാണോ നേട്ടമുണ്ടാകുന്നത് അവർക്ക് അനുകൂലമായ ഒരു നിലപാടായിരിക്കും SNDPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ ഇപ്പോഴത്തെ അവർ കഴിഞ്ഞ കുറച്ച് നാളുകളായി അവരുടെ നേതൃത്വം എടുത്തിരിക്കുന്ന നിലപാട് BJPക്ക് അനുകൂലമാണ്. എന്തായാലും ചെറു കക്ഷികൾ, പുറത്തു നിൽക്കുന്ന കക്ഷികൾക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് മോഡൽ ടെസ്റ്റോ, ഇത് സംബന്ധിച്ച പ്രതികരണങ്ങളിലേക്ക് വരാം. ചെറു കക്ഷികളുടെ പ്രതിനിധികൾ, പുറത്തു നിൽക്കുന്ന കക്ഷികളുടെ പ്രതിനിധി, കേരള കോൺഗ്രസ് ബിയുടെ പ്രതിനിധി മനോജിലേക്ക് അടക്കം പ്രതികരണങ്ങളിലേക്ക് എത്താം. മനോജ് നമ്മോടൊപ്പം ചേരുന്നു. മനോജ്, ഒട്ടേറെ കേരള കോൺഗ്രസ് ബിയെ പോലെ ചെറു കക്ഷികൾ ഒട്ടേറെ പേർ ഒരുപക്ഷെ സഹകരണം പ്രതീക്ഷിച്ച്, രണ്ട് മുന്നണികളുടെയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണിയുടെ സഹകരണം പ്രതീക്ഷിച്ച് പുറത്തു നിൽക്കുന്ന കക്ഷികൾ, ഞാനതാ സൂചിപ്പിച്ചത്, ഇതൊരു മോഡൽ ടെസ്റ്റ് പോലെയാണ്. കാരണം ഈ ഒരു ടെസ്റ്റ്, തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ എന്ന ടെസ്റ്റ് ഒരുപക്ഷെ പാസ്സായില്ല അല്ലെങ്കിൽ എന്ന നിലയിലേക്ക് പോയാൽ വലിയൊരു വാട്ടർലൂവിലേക്ക് കാര്യങ്ങൾ പോകും. അത് പ്രകടവുമാണ്, എത്ര എതിർത്താലും യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയാൽ. മുന്നണികൾ എന്തായാലും അത് കാത്തിരിക്കുന്നു. കാരണം സെമി ഫൈനൽ എന്നുകൊണ്ടുള്ള വിശേഷണങ്ങൾ പോലും നൽകുന്നത് അതുകൊണ്ട് തന്നെയാണ്. എത്ര രീതിയിൽ, കാരണം കൊട്ടാരക്കര, പത്തനാപുരം തുടങ്ങിയ മേഖലകളിൽ ബാലകൃഷ്ണപിള്ള മുന്നോട്ട് വയ്ക്കുന്ന ഒരു സ്വാധീനം, അത് എത്രത്തോളം കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തമാണ്? നിങ്ങളെ വിശ്വാസത്തിൽ എടുക്കാൻ കാര്യമായ രീതിയിലുള്ള എന്ത് ഒരു നിലപാട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നുണ്ട്? മാത്രവുമല്ല, അതിനുശേഷമുള്ള സാഹചര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിലപാട് ഇതിനോടകം തന്നെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ടോ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയിൽ ഏതാണ്ട് 32 വർഷക്കാലമായ അതിൻ്റെ ഘടകകക്ഷിയായി നിന്നൊരു പാർട്ടിയാണ്. അതിലെ അഴിമതിയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ UDF വിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി സഹകരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ സഹകരണം ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരെല്ലാം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ ചർച്ചകൾ നടക്കുകയാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് കൊല്ലം ജില്ലയിൽ, കേരളത്തിലാകമാനമുള്ള കാര്യത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, കൊല്ലം ജില്ലയിൽ ഞങ്ങൾക്ക് 100-ലധികം ത്രിതല പഞ്ചായത്ത് മെമ്പർമാരുണ്ടായിരുന്നു. അത് ഇപ്രാവശ്യം അതിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചോളം ഞാനൊരു കാര്യം പറയാം. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും വലിയൊരു ദോഷം എന്ന് പറഞ്ഞാൽ, ഐക്യജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികളെ എല്ലാ കാലത്തും അസംബ്ലി തെരഞ്ഞെടുപ്പിലായാലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലായാലും കാലുവാരി തോൽപ്പിക്കുന്ന ഒരു രീതിയാണ് അവരുടേത്. ഒരിക്കലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ അവരോടൊപ്പം നിന്നാൽ, ഞാനൊരു ഉദാഹരണം പറയാം. കൊട്ടാരക്കര നിയോജകമണ്ഡലം എല്ലാ കാലത്തും UDFൻ്റെ മണ്ഡലമാണ് എന്ന് പറയുമ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം ചേർന്ന് ബാലകൃഷ്ണപിള്ള സാർ മത്സരിച്ചിട്ടുള്ള കാലത്ത് അദ്ദേഹത്തിന് 40,000-ലധികം ഭൂരിപക്ഷം കിട്ടിയ ചരിത്രമുണ്ട്. അത് 2 പ്രാവശ്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം ചേർന്ന് മത്സരിച്ചത്. അക്കാലത്തെല്ലാം വ്യക്തമായ മാർജിനോട് കൂടി ബാലകൃഷ്ണപിള്ള സാറിന് ജയിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസുമായി അല്ലെങ്കിൽ UDFിൽ നിന്ന കാലത്ത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു ഭൂരിപക്ഷവും, അതിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വേറൊരു ഭൂരിപക്ഷവും. അപ്പോൾ കാലുവായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. മാത്രമല്ല ഇടതുപക്ഷ പക്ഷേ അരുവിക്കര തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ അടക്കം വിശ്വാസത്തിൽ എടുത്തോട്ട് മുന്നോട്ട് പോയ ഒരു സാഹചര്യമുണ്ട്. അത് ഒട്ടേറെ വിമർശനങ്ങൾ ഒരു പക്ഷേ ശേഷം ഉണ്ടായ സാഹചര്യം. അതുകൊണ്ടാണ് ഇതൊരു അഗ്നിപരീക്ഷ. പ്രതീക്ഷ പറഞ്ഞ അരുവിക്കര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഞാൻ വരാം. അരുവിക്കര തെരഞ്ഞെടുപ്പ് ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ശരിക്കും വലിയൊരു വർഗീയ ധ്രുവീകരണം അവിടെ ഉണ്ടാക്കിയെടുക്കുന്നതിന് ബഹുമാനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് സാധിച്ചു. അദ്ദേഹം തന്നെ അവസാന നിമിഷം പറഞ്ഞു, ഇത് അവിടെ LDF-ഉം UDF-ഉമായിട്ടല്ല മത്സരം, അവിടെ UDF-ഉം BJP-യുമായിട്ടാണ് മത്സരം പറഞ്ഞു. അതിലൂടെ ഒരു വർഗീയ ധ്രുവീകരണം അവിടെ ഉണ്ടാക്കാൻ പറ്റി. മാത്രമല്ല എന്നിട്ട് പോലും UDF-ൻ്റെ 9% വോട്ട് കുറഞ്ഞു. അതാരും ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇതിനകത്ത് അവിടെ സംഭവിച്ചത് എന്താണ്? അവിടെ രാജഗോപാലിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധിച്ചു എന്നുള്ളതാണ് UDF-ൻ്റെ വിജയം.
അതിനകത്ത് UDF ഇൻവോൾവ്മെൻറ്റ് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടക്കുന്ന ഈ ചർച്ചകളിലെല്ലാം BJPക്ക് ഒരു വലിയ ബന്ധമുണ്ട്. BJP അതിൽ ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് നിർത്തായിരിക്കുകയോ ചെയ്യട്ടെ. അവിടെ BJP വോട്ട് പിടിച്ചു എന്നുള്ള യാഥാർത്ഥ്യം തീർച്ചയായും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചോളം ഇതൊന്നും ബാധകമല്ല. ഒന്ന് ഞാനിപ്പോൾ ഈ പറഞ്ഞു വന്ന ഇപ്പോൾ ഇവിടെ ബഹുമാനായ BJPയുടെ നേതാവ് ശ്രീ ശ്രീധരൻപിള്ള അദ്ദേഹം പറയുണ്ടായി, പിന്നെ ഞങ്ങൾക്ക് വലിയ അനുകൂലമായ ചില ഘടകങ്ങളുണ്ട്, ചില സമുദായ ധ്രുവീകരണങ്ങൾ നടക്കും. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തെ സംബന്ധിച്ച് ഒരു സമുദായ ധ്രുവീകരണം നടക്കേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തിക സംവരണം ചെയ്യണം എന്ന് കാലങ്ങളായിട്ടുള്ള ആവശ്യം നിലനിൽക്കുകയാണ്. അത് ബ്രാഹ്മണ സമൂഹത്തിനുണ്ട്, നായർ സമുദായത്തിനുണ്ട്, സുറിയാനി ക്രിസ്ത്യാനികൾക്കുണ്ട്. ക്രിസ്ത്യാനികളെ മാറ്റി നിർത്താൻ പറ്റില്ല. ക്രിസ്ത്യാനികളിൽ മുന്നോക്കം നിൽക്കുന്നവർക്ക് അവരിൽ പിന്നോക്കക്കാരായ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവർക്ക് 10% സാമ്പത്തിക സംവരണം കൊടുക്കണം എന്ന് കേരളത്തിൽ തന്നെ ശക്തമായൊരു നിലപാടെടുക്കുകയും കഴിഞ്ഞ പല വർഷങ്ങളിലെ മാനിഫെസ്റ്റോയിൽ പോലും ഉൾപ്പെടുത്തിയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എപ്പോൾ നിൽക്കണോ? ഇന്ന് മനോരമ പത്തുള്ള പത്രങ്ങളിൽ വ്യക്തമായി RSS ആവശ്യപ്പെട്ടിട്ട് പോലും അത് നടപ്പാക്കില്ല എന്ന് പറയുകയും RSS അതിൻ്റെ തൊട്ടുപുറകിൽ പ്രസ്താവനയായി വന്നിട്ടുണ്ട്, ഞങ്ങൾ അങ്ങനെ സാമ്പത്തിക സംവരണ നയത്തിൽ മാറ്റം വരുത്തണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലാന്ന്. സാമ്പത്തിക സംവരണത്തിൽ മാറ്റം വരുത്തണമെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റ് സമുദായങ്ങളൊന്നും ആവശ്യപ്പെടുന്നില്ല. പക്ഷേ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്കക്കാരെയും അതുപോലെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ സമുദായങ്ങളെയും ആരുടെയും കവർന്നെടുത്തുകൊണ്ട് ഒരു അവകാശം കൊടുക്കണമെന്നുള്ളതല്ല ഇവിടുത്തെ ആവശ്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് BJP സപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും അതിനെന്താ സംശയം? നിലപാട് സ്വീകരിക്കുന്നത് ശ്രീ അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ഇവിടെ ഇന്നലെയോ താങ്കൾ സൂചിപ്പിച്ച ഒരു കാര്യം, പ്രാദേശിക തലത്തിൽ RMB ഫാക്ടർ എന്നത് പ്രയോജനപ്പെടുത്തുക, RMBയുമായി ഒരു സഖ്യം രൂപീകരിക്കുക, പ്രാദേശിക തലത്തിലുള്ള സഖ്യങ്ങളിലേക്ക്. കാരണം നാളെ വിശാലാടിസ്ഥാനത്തിലുള്ള ചർച്ചകൾക്കൊക്കെ തന്നെ KPCC തുടക്കമിടുന്നു, ധാരണകളൊക്കെ തന്നെ തീരുമാനിക്കാൻ പോകുന്നു. RMB എന്ന ഫാക്ടർ അത് ഏത് രീതിയിൽ ഉപയോഗമെന്നാണ് ഇപ്പോഴും താങ്കൾ വലിയ തോതിൽ പിടിവാശിയിൽ അതിൻ്റെ ഗുണങ്ങളെ നോക്കിക്കാണുന്നത്, ഉൾക്കൊള്ളുന്നത്? ഇതിനകത്ത് ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് സഖ്യത്തെക്കുറിച്ച് ഞാൻ പ്രതിപാദിച്ചിട്ടില്ല. ഇന്ത്യ രാജ്യത്തെ ഒരു പൊതുരാഷ്ട്രീയമുണ്ട്. ആ പൊതുരാഷ്ട്രീയം ഇന്ന് വർഗീയ ഫാസിസത്തിലേക്ക് ഇന്ത്യ കുതിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് RSS ആണ്. RSSൻ്റെ ഭടനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. അത് എല്ലാ തലത്തിലും അത് വ്യാപരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യുമ്പോൾ ഇടതുപക്ഷ മതേതര രാഷ്ട്രീയ സ്വഭാവമുള്ള കക്ഷികൾ ഒന്നിച്ച് തിരഞ്ഞെടുപ്പുകളെയും മറ്റ് രാഷ്ട്രീയ സഖ്യങ്ങളെയും കുറിച്ച് ആലോചിക്കണം. UDF ഈ കാര്യത്തിൽ എടുക്കുന്നൊരു സമീപനം എന്താണ്? കോൺഗ്രസ് എടുത്ത സമീപനം എന്താണ്? വരാനിരിക്കുന്ന പ്രാദേശിക തിരഞ്ഞെടുപ്പുകളിൽ ഒരു കാരണവശാലും UDFന് വെളിയിലുള്ള കക്ഷികളുമായി സഖ്യം വേണ്ടതില്ല എന്നതാണ് കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നയം. പക്ഷേ അതോടൊപ്പം തന്നെ ഇടതുപക്ഷ സ്വഭാവമുള്ളതും മതേതരത്വ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതുമായ കക്ഷികളുമായി പ്രാദേശിക രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സഖ്യത്തെക്കാൾ ഉപരി പ്രാദേശികമായ ആശയവിനിമയ സഖ്യമുണ്ടാവുകയും അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയത്തിൽ UDFനും കോൺഗ്രസിനുമൊക്കെ ഗുണകരമായിരിക്കും എന്ന ഒരു വിഷ്ഫുൾ തിങ്കിങ് മാത്രമാണ് എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. താങ്കളിലേക്ക് എത്താം. ശ്രീരാമകൃഷ്ണൻ അവിടെ സൂചിപ്പിച്ചതാണ്, അവിടെ ഒരു പക്ഷേ നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു അപകടം. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം ഇതിൻ്റെ ഒരു ഫാക്ടർ എന്തായാലും വടകരയിലടക്കം ഒരു പക്ഷേ പ്രതിഫലിച്ച സാഹചര്യങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള പ്രാദേശിക നീക്കുപോക്കുകൾ അതാണോ നിങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസം LDF ആരോപിച്ചൊരു കാര്യം? ചില കാര്യങ്ങളിൽ BJPയും കോൺഗ്രസും ഇപ്പോഴും നീക്കുപോക്ക് നടത്തുന്നു. ഫലത്തിൽ എന്തായാലും കാര്യങ്ങൾ CPMനെ തകർക്കുമെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. പ്രാദേശിക സഖ്യങ്ങൾ പോലും അത്തരത്തിൽ രൂപപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള എന്ത് ടാക്റ്റിക്കാണ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്? അല്ല, ഞങ്ങളിതിൽ വളരെ ഒരു മാർജാര മാർഗത്തിന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ വല്ല ഡയറക്റ്റ് ഫൈറ്റാണ്. ഇവിടെ പ്രത്യക്ഷമായി കോൺഗ്രസിനും BJPക്കും പരസ്പരം കലഹിക്കേണ്ട നിരവധിയായ പ്രശ്നങ്ങൾ. ഇപ്പോൾ അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ദേശീയ രാഷ്ട്രീയത്തിൽ വന്നല്ലോ, എന്തേ കോൺഗ്രസിലൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയാത്തത്? ഈ രാജ്യത്തിൻ്റെ കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ ഒരു വിസ്ഫോടനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വിസ്ഫോടനാത്മകമായ അന്തരീക്ഷത്തിലേക്ക് നയിച്ച നിരവധിയായ തീരുമാനങ്ങൾ നേരത്തെ എടുത്തത് കോൺഗ്രസ്സാണ്. ഇപ്പോൾ സബർമതി ആശ്രമം നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിന് ഏറ്റവും ഉജ്ജ്വലമായ പ്രതീകങ്ങളിലൊന്നാണ്. ആ സബർമതി ആശ്രമം തൊട്ടുള്ള നിരവധിയായ കാര്യങ്ങൾ ഞങ്ങളുടേതാണെന്നുള്ള നിലയിൽ ഏറ്റെടുക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം എവിടെ ഗോഡ്സെയുടെ പ്രതിമ സ്ഥാപിക്കുമ്പോൾ എതിർക്കാൻ കോൺഗ്രസ് എവിടെ? ഈ എതിർപ്പ് എന്ന് പറയുന്നത് കേവലമായി എനിക്ക് നിന്നെ ഇഷ്ടമില്ല എന്ന് പറയുന്നതല്ല. പ്രത്യയശാസ്ത്രപരമായ പ്രതിരോധം തീർക്കുന്നതിൽ കോൺഗ്രസ്സിന് സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിലും
രാഷ്ട്രീയ ദർശനത്തിൻ്റെ കാര്യത്തിലും സാധിക്കാത്തതുകൊണ്ടാണ് കോൺഗ്രസ് ദുർബലപ്പെടുന്നത്. ഇടതുപക്ഷം എന്ന് അദ്ദേഹം പറയുമ്പോൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം ഉദ്ദേശിക്കുന്നത് CPM തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന, വലതുപക്ഷത്തിൻ്റെ കൂടെ കൂടിയിട്ടാണെങ്കിലും ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികളായി അവകാശപ്പെടുന്ന ചില ഗ്രൂപ്പുകളെയാണ്. അല്ലാതെ ഏത് ഇടതുപക്ഷത്തെക്കുറിച്ച് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഇതാണ് ഞാൻ പറയുന്നത്. ആരുമായും കൂട്ടുകൂടിയിട്ടും ഏത് ചെകുത്താനുമായിട്ടും കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടും CPM തകർക്കുക എന്ന ഈ അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധം അവസാനിപ്പിക്കുകയാണ് കോൺഗ്രസ് ചെയ്യേണ്ടത്. രാജ്യം നേരിടുന്ന രാഷ്ട്രീയ പ്രശ്നം അതല്ല. ഈ കേരളത്തിൽ നിങ്ങൾ അഭിസംബോധന ചെയ്യുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം എങ്ങനെയാണ് നിർലജ്ജം ഇതെല്ലാം ജനങ്ങളോട് നിങ്ങൾക്ക് പറയാൻ സാധിക്കുക? നിങ്ങളുടെ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന നിങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വമാണല്ലോ, KPCC പ്രസിഡൻ്റാണല്ലോ പറയുന്നത് പല കാര്യങ്ങളും നിങ്ങൾ ഇടപെടണം, ഗവൺമെൻറ് ചെയ്യുന്നത് ശരിയല്ല. എന്താ നിങ്ങൾ ഗവൺമെൻറ്റിൻ്റെ നിലപാട്? ഇവിടെ ശ്രീ ജേക്കബ് തോമസിനെ എന്തിനാണ് മാറ്റിയത്? ഞാനാണ് മാറ്റിയതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് ഇപ്പോൾ കോഴിക്കോട്ട് നിന്ന് അദ്ദേഹത്തിൻ്റെ സുരേഷ് ബാബുവിൻ്റെ നാട്ടിൽ നിന്ന് ഒരു മുസ്ലിം പെൺകുട്ടിയുടെ ഒരു കത്ത് ഇന്ന് പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവർ പടച്ചോൻ എഴുതിയ കത്താണ്. 750 മെറിറ്റ് സീറ്റുകളാണ് മെഡിക്കൽ കോളേജുകളിലും ആയിട്ട് നഷ്ടപ്പെട്ടത്. ഈ ഗവൺമെൻറ്റിൻ്റെ ഡബിൾ സ്റ്റാൻഡേർഡ് തെക്കൻ കേരളത്തിലെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളോടുണ്ടാക്കിയിട്ടുള്ള അവിഹിതമായ ഒരു തീരുമാനമെടുത്ത് മലബാറിലെ ന്യൂനപക്ഷ കോളേജുകൾക്ക് വേറൊരു ഫീസ് അടിച്ചേൽപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് 750 മെറിറ്റ് സീറ്റ് പോവുകയാണ്. അത് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് കൊണ്ടുവരികയാണ്. ഇങ്ങനെ ഏത് വിഷയത്തിലാണ്? കാരുണ്യ. ഇപ്പോൾ ഇന്നലെ ഞെട്ടിപ്പിക്കുന്നൊരു വാർത്ത വരുന്നു. നിങ്ങൾ കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പദ്ധതിയാണ് കാരുണ്യ. 1949 കോടി രൂപ അതിനുവേണ്ടി സമാഹരിച്ചു. പക്ഷേ ജനങ്ങൾക്ക് വിതരണം ചെയ്ത് രോഗികൾക്ക് കൊടുത്തത് 418 കോടി രൂപ മാത്രം. ബാക്കി 1000 കോടി രൂപയും പ്രിൻറ്റിങ്ങിനും പരസ്യത്തിനും പ്രചരണത്തിനും വേണ്ടി ചെലവഴിച്ചു എന്നുള്ളത് ഞങ്ങളല്ല പറഞ്ഞത്, ആകാശവാണിയാണ് ഇന്നലെ വാർത്ത കൊണ്ടുവന്നത്, ഓൾ ഇന്ത്യ റേഡിയോ. അപ്പോൾ കാരുണ്യാണ് ഈ ഗവൺമെൻറ് ഏറ്റവും പ്രഖ്യാപിത പദ്ധതി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അവസ്ഥ ഇതാണ്. ഇതൊന്നും ജനങ്ങൾ കാണില്ല. ജനങ്ങൾ CPM കുറച്ച് വികാരങ്ങൾ ഉണ്ടാക്കിയാൽ രക്ഷപ്പെട്ടു പോകുന്നു കഴിഞ്ഞാൽ ശരിയാണോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞങ്ങൾ ഡയറക്റ്റായിട്ട് ഈ പ്രശ്നങ്ങൾ ജനങ്ങളിലേക്ക് കൊണ്ടുവരും. അത് പ്രത്യക്ഷമായ രാഷ്ട്രീയ സമരത്തിലേക്ക് വരും. ആ പ്രത്യക്ഷ രാഷ്ട്രീയ സമരത്തെ കോൺഗ്രസും UDFും ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ മാർജാര മാർഗം അന്വേഷിച്ച് നടക്കുന്നത്. ആ മാർജാര മാർഗം കൊണ്ട് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല. തീർച്ചയായും ശ്രീധരൻ പിള്ള, അവിടെ അമിത്ഷാ അടക്കം ഒരുപക്ഷെ ചില കമ്മിറ്റികളിലോ അല്ലെങ്കിൽ ദേശീയ നേതൃത്വം വന്ന് നടത്തിയ കമ്മിറ്റികളടക്കം ചൂണ്ടിക്കാണിക്കപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. പ്രബലമായ സമുദായങ്ങൾ കേരളത്തിൽ ഉണ്ട്. NSSും SNDP പോലുള്ള സമുദായ ശക്തികൾക്ക് വേരോട്ടമുള്ള ഒരു സംസ്ഥാനം. ഇവിടെ ഇത്രയും വർഷമായിട്ട് കൂടി നിയമസഭാ പ്രവേശനമോ അല്ലെങ്കിൽ കാര്യമായ കോർപ്പറേഷനുകളോ അല്ലെങ്കിൽ പഞ്ചായത്തുകളിലോ ഒരു അധികാര സ്ഥാനത്തേക്ക് പോലും അല്ലെങ്കിൽ ഒരു നേട്ടമുണ്ടാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ സാഹചര്യങ്ങൾ എല്ലാം വളരെ ഗുണകരമാണ്. ആത്മവിശ്വാസത്തോടെ BJP പോകുന്നു. എവിടെയാണ് കാര്യങ്ങൾ ഗുണകരമാകുന്നത്? ഇപ്പോഴും പല കാര്യങ്ങളിലും പല ഘടകങ്ങളിലും വിയോജിപ്പോടുകൂടി മാത്രമേ സമീപിക്കാൻ കഴിയുകയുള്ളൂ. CPM അതിൻ്റെതായ ഒരു സ്വയം നാശത്തിൻ്റെ പാതയിലാണ് ഉള്ളത്. ഞാനത് അവർ കുറ്റപ്പെടുത്താൻ പറയല്ല. കാരണം ശ്രീരാമകൃഷ്ണനൊക്കെ പഠിക്കട്ടെ, 2004 കോൺഗ്രസ് സർക്കാരിനെ പിന്താങ്ങുമ്പോൾ എത്ര MPമാരുണ്ടായിരുന്നു? 42 പേരുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് അതിപ്പോൾ 14ലേക്കും പിന്നെ ഇപ്പോൾ 9ലേക്കും എത്തിയത്? എങ്ങനെയാണ് 3% വോട്ടിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തിയത്? അവർ പഠിക്കേണ്ട വിഷയമാണ്. ഒരു ജനാധിപത്യത്തിൽ BJP മാത്രം പോരാ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണം, കോൺഗ്രസ് 2-3 കക്ഷി വേണ്ടേ? അതുകൊണ്ട് ഇതൊക്കെ ചിന്തിക്കുന്ന ചെറുപ്പക്കാർ ഇന്ന് അത്തരം ആളുകൾ, അതുപോലെ ന്യൂനപക്ഷ പ്രീണനത്തെ സംബന്ധിച്ച് ഞാൻ ചോദിക്കട്ടെ, ഇലക്ഷൻ റിസൾട്ട് ഇപ്പം വന്ന അവസരത്തിൽ, തിരുവനന്തപുരത്ത് നിന്ന് വന്ന അവസരത്തിൽ പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്? ന്യൂനപക്ഷ പ്രീണനം. ആ വാക്ക് ഞങ്ങൾ പറഞ്ഞ വാക്കല്ല ഉപയോഗിച്ചത്. അപ്പോൾ ഇത് പ്രീണനം നടക്കുന്നുണ്ടെങ്കിൽ പ്രീണനം തുറന്നു പറയാനുള്ള ആർജവം ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിനെതിരായിട്ട് എന്ത് നടപടി സ്വീകരിച്ചു? 2010 അച്യുതാനന്ദൻ പറഞ്ഞതാണ് KC ലിറ്ററേച്ചറിൻ്റെ പത്രസമ്മേളനത്തിൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നു. SNDPയുടെ ആയാലും എല്ലാം NSSൻ്റെ ആയാലും ബന്ധങ്ങൾ അത് രാഷ്ട്രീയ പാർട്ടികളല്ലത്. അതുകൊണ്ട് അവർക്ക് ഒരു ധാരണ ഉണ്ടാക്കിയൊന്നും പോകാൻ സാധിക്കും, അങ്ങനെയല്ല. പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പം ഞങ്ങളോട് ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്, NSS ആയാലും SNDP ആയാലും BJPയുടെ ജയിക്കാൻ സാധ്യതയുള്ള കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ അവരോട് പോയി പറഞ്ഞാൽ അവർ സഹായിക്കും. 2004 ഞങ്ങളെ സഹായിച്ചത് കൊണ്ടാണ് ഒരു സീറ്റിൽ NDAക്ക് ജയിക്കാൻ സാധിച്ചതും തിരുവനന്തപുരത്ത് അന്നത്തെ അത്ര വോട്ട് കിട്ടിയതും. അതുകൊണ്ട് എനിക്ക് അക്കാര്യത്തിൽ ആത്മവിശ്വാസമുണ്ട്. ഞാൻ അവരുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന ആളാണ്, വെള്ളാപ്പള്ളിയോടായാലും സുകുമാരൻ നായരോടായാലും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. 27-ാം തീയതി അമിത്ഷാ വരുന്നു. ഏത് രീതിയിലുള്ള ചർച്ചകളായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുക? ഇനിയും സാമുദായിക ശക്തികളെ അതുകൊണ്ട് പറഞ്ഞോളൂ. പ്രാദേശിക കക്ഷികൾ ഒരു ഭാഗത്തും BJP മറുഭാഗത്തുമായിട്ട് പോളറൈസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും അതനുസരിച്ചുള്ള സ്ഥിതിവിശേഷം കേരളത്തിലും ഉണ്ടാവും. 77 അതാണ് നമ്മളെ കാണിച്ച്. 77 കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി കേരളത്തിൽ?
അതേപോലെ സാഹചര്യം ഉണ്ടായിരുന്നു, രാഷ്ട്രീയ സാഹചര്യം. അതിനനുസരിച്ച് ഞങ്ങൾ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എല്ലാ തലത്തിലും എല്ലാ വിഭാഗ വാർഡുകളിലേക്കും പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. സ്ട്രാറ്റജികൾ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതെല്ലാം ശ്രീ ജോൺ, ആ സ്ട്രാറ്റജി അദ്ദേഹം പങ്കുവയ്ക്കുന്ന സ്ട്രാറ്റജി CPM-നാണോ ദോഷം ചെയ്യുക, അല്ലെങ്കിൽ അവിടെ കോൺഗ്രസിനാണോ? അത് വലിയൊരു പലകുറി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ പൊതുവെ ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും ഒക്കെ ചർച്ച ചെയ്യപ്പെടുമെങ്കിലും പ്രാദേശികമായ വിഷയങ്ങളാണ് പൊതുവെ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുക. BJP ഒരുപക്ഷെ ഉദ്ദേശിക്കുന്നതും പ്രാദേശിക വിഷയങ്ങൾ ഊന്നൽ കൊടുത്തുകൊണ്ട് അവിടെ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കും നടത്തുക. കഴിഞ്ഞ അമിത്ഷായൊക്കെ വരുമ്പോഴത്തേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെ കുറച്ചും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവർ ശ്രമിക്കുന്നത്. ഒരുപക്ഷെ ഞാൻ കാണുന്നത് ഈ രണ്ട് മുന്നണികളെ അപേക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി BJP സംസ്ഥാനത്ത് അവരുടെ പ്രചരണം, പ്രത്യേകിച്ച് മോഡി വന്നതിന് ശേഷം അല്ലെ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം അവരുടെ പ്രചരണം അല്പം ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അവരുടെ നീക്കങ്ങളും വളരെ ശക്തമാണ്. ഈ സമയത്ത് തന്നെ അവർ പ്രാദേശിക വിഷയങ്ങൾ, നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളായി ശ്രദ്ധിച്ചാൽ മതിയാവും, പ്രാദേശിക വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള അവരുടെ സമരപരിപാടികൾ, ഒന്നുകിൽ LDF ആയിരിക്കും പഞ്ചായത്തുകളോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളോ ഭരിക്കുന്നത്, അല്ലെങ്കിൽ UDF ആയിരിക്കും ഭരിക്കുന്നത്. ആ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ ഒരു ജനവികാരം ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി BJP നടത്തുന്നുണ്ട്. ആ ശ്രമത്തിൽ ജനങ്ങൾ എത്രത്തോളം വിശ്വസിക്കപ്പെടുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാന ഘടകം തന്നെയായിരിക്കും. പക്ഷേ അവർ പറയുന്നത് അവർ സ്യൂട്ടബിളായ കാൻഡിഡേറ്റ്സിനെ പലയിടത്തും കണ്ടുവച്ചിട്ടുണ്ട്. ഒരു പക്ഷേ സാമുദായിക സംഘടനകളുമായും അല്ലെങ്കിൽ മറ്റ് സംഘടനകളുമായും ഏകദേശം 40% സാമുദായിക സംഘടന പ്രതിനിധികളായിരിക്കും പ്രാദേശിക തലത്തിൽ എന്ന നിരീക്ഷണത്തിലേക്കാണ് അവർ പോകുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവരെയൊക്കെ രംഗത്ത് കൊണ്ടുവന്ന് ഒരു ഗെയിം ഇവിടെ നടത്താം, അല്ലെങ്കിൽ ഒരു നേട്ടമുണ്ടാക്കാം എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവിടെ ആത്യന്തികമായ ലക്ഷ്യം ഇപ്പോഴൊരു ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാനുള്ള നല്ലൊരു ഊർജം സംഭരിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കാം. പക്ഷേ LDF-ഉം UDF-ഉം നടത്തുന്ന മറുനീക്കങ്ങൾ എത്രത്തോളമാണ് എന്നുള്ളതും കാണേണ്ടത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജനങ്ങൾ വിശ്വസിച്ച് വരുന്ന മുന്നണികളാണ് LDF-ഉം UDF-ഉം. അവർക്ക് ജനത്തിന് പെട്ടെന്ന് ആ മുന്നണികളെ വിട്ടുപോകുന്നതിന് അല്ലെങ്കിൽ മാറി മറ്റൊന്ന് ചിന്തിക്കുന്നതിനുള്ള പെട്ടെന്ന് അങ്ങനെ ഒരു ചിന്തയൊന്നും പെട്ടെന്ന് ഉണ്ടാകണമെന്നില്ല. അതിലേക്ക് എത്രത്തോളം BJP-ക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നു എന്നതിനെയായിരിക്കും അത്. ശ്രീരാമകൃഷ്ണൻ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വലിയ അഴിമതിയുടെ ഒരു സാഹചര്യം സംസ്ഥാന സർക്കാരിനെതിരെ വലിയ തോതിൽ നിങ്ങൾ പ്രചരണം നടത്തി. പക്ഷേ ആ പ്രചരണങ്ങൾക്ക് ഗുണകരമായ രീതിയിലുള്ള ഒരു വലിയ ഫലത്തിലേക്ക്, റിസൾട്ടിലേക്ക് കാര്യങ്ങൾ പോയോ എന്നുള്ളത് വിശകലനം ചെയ്യേണ്ടതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിലും KPCC പ്രസിഡന്റ് ഉന്നയിച്ച വലിയ അഴിമതികൾ ഇപ്പോഴും നിലനിൽക്കുന്നു. കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങൾ, UDF-നകത്തൊട്ടേറെ വിഷയങ്ങൾ, ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത്. അനുകൂലമായ ഒട്ടേറെ സാഹചര്യങ്ങൾ. ഈ സാഹചര്യത്തിൽ പോലും ചില വെല്ലുവിളികളോ വിമർശനങ്ങളോ ഉൾക്കൊള്ളുന്നുണ്ടോ? കാരണം അവിടെ നേരത്തെ സുരേഷ് ബാബു അടക്കം കുറേ കാര്യങ്ങൾ നിരത്തി. മറുവശത്ത് BJP നേതാക്കൾ അല്ലെങ്കിൽ BJP വക്താവ് കാര്യങ്ങൾ ഒട്ടേറെ CPM-നെതിരായ കാര്യങ്ങളെ നിലനിർത്തുകയും ചെയ്തു, LDF-നെ ഒപ്പം തന്നെ. ഇത്തരം സാഹചര്യങ്ങളെ ഇനിയും ഒരു തെരഞ്ഞെടുപ്പിലേക്ക്, കാരണം ഫൈനലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് 6 മാസം മാത്രമേ ഉള്ളൂ, ആ ഉൾക്കാഴ്ചയോടുകൂടി എന്ത് നിലപാട് ആത്യന്തികമായി കൈക്കൊള്ളാൻ കഴിയും? കാരണം SNDP-യുടെ കൂടി വിഷയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്. അല്ല, അതിൽ ഞാൻ പറയുന്നത് ഓരോ തെരഞ്ഞെടുപ്പിൻ്റെയും സാഹചര്യങ്ങൾ നിർണ്ണയിക്കുന്നത് ആ സാഹചര്യങ്ങളാണ്. ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഉന്നയിച്ച പ്രശ്നങ്ങൾ ഇപ്പോൾ അന്ന് വേണ്ടത്ര അംഗീകാരം കിട്ടാതെ പോയല്ലോ എന്ന് ചോദിച്ചാൽ, അന്ന് ഇടതുപക്ഷത്തിൻ്റെ ഒരു ബദലിനെ സംബന്ധിച്ച് ആളുകളുടെ ഒരു വിശ്വാസ്യതയുടെ പ്രശ്നമുണ്ടായിരുന്നു എന്നുള്ളൊരു വാസ്തവമാണ്. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ BJP ഒരു ശക്തിയായി ഉയർന്നു വരുമെന്നുള്ളൊരു അന്തരീക്ഷം രൂപപ്പെടുന്നു. അതിന് ബദലായിട്ട് വളർന്നു വരാനുള്ള ഇടതുപക്ഷത്തിൻ്റെ സാധ്യതകളെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങളെയും ബോധ്യപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വേണ്ടത്ര വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അതിൻ്റെ നേട്ടം കുറച്ച് കോൺഗ്രസ്സിന് കിട്ടി സ്വാഭാവികമായിട്ടും. അല്ലാതെ അതിനപ്പുറത്ത് എന്നിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇരട്ടി 100% വർധനവുണ്ടാക്കിയത്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ 100% വർധനവുണ്ടായി. അപ്പോൾ അന്ന് ഉന്നയിക്കപ്പെട്ട അഴിമതി ആരോപണങ്ങൾക്കെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നുള്ള അർത്ഥത്തിലൊന്നും അതിൻ്റെ തൊട്ട് പറയുക ഇപ്പോൾ ആ പാർലമെന്റ് ആത്മവിശ്വാസം ഉമ്മൻചാണ്ടി ഇതുവരെ ഇവിടെ വരെ എത്തിച്ചത് അവിടെ ജോണിനെ പോലുള്ള അല്ലെന്ന് പറയട്ടല്ലേ, അവിടെ നിന്നും ഉൾക്കൊണ്ട ആത്മവിശ്വാസമാണ് അരുവിക്കരയും കഴിഞ്ഞ് ഇനി വരെ ഉമ്മൻചാണ്ടിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല. അതിനുശേഷമുള്ള ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 20 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇതേ മണ്ഡലത്തിൽ ഒരുപാട് തദ്ദേശ സ്ഥാനം തിരുവനന്തപുരത്ത് അവിടെയൊക്കെ ഞങ്ങളാണല്ലോ ജയിച്ചത്, അവിടെ ജയിച്ചല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെയൊന്നും കണക്കാക്കാൻ പറ്റില്ല. ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തന്നെ നമുക്ക് എടുക്കാം.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന UDF നേതാക്കൾ പോലും അസംതൃപ്തരാണ്. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൻ്റെ ചരിത്രത്തിലൊരു റെക്കോർഡ് പദ്ധതിയായിരുന്നു ഈ EMS ഭവന നിർമ്മാണ പദ്ധതി. ആ പദ്ധതി ഉപേക്ഷിച്ചു. അതുപോലെ നിരവധിയായ IAY പദ്ധതി വഴിയിലിട്ട് പോയിരിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തുകൾ ശ്വാസം മുട്ടാൻ കഴിക്കാൻ പറ്റാത്ത നിവൃത്തിയില്ലാത്ത സ്ഥിതിയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വരും. രണ്ടാമത്തെ ഒരു കാര്യം, UDF ഈ അമിത ആത്മവിശ്വാസം കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്താലും ജനങ്ങൾ അംഗീകരിക്കുമെന്നൊരു ബോധത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതാണ് ഞാൻ ചെയ്തു. ഫ്ലാറ്റ് മാഫിയകൾക്ക് വേണ്ടി ജേക്കബ് തോമസിനെ മാറ്റി അദ്ദേഹം ചെയ്ത കുറ്റം പാറ്റൂർ ഭൂമി ഇടപാടിൽ ആദ്യം റിപ്പോർട്ട് എഴുതി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കുഴപ്പം. അപ്പോൾ അദ്ദേഹത്തെ ഞാനാണ് മാറ്റിയത്. ജോയ് തോമസിനെ മാറ്റാൻ ഞങ്ങൾക്ക് ഒഴിവില്ല. ടൗമിൻ തച്ചങ്കരി അഴിമതി കണ്ടുപിടിച്ച് 22 കേസ് ഉണ്ട് എന്നുള്ളത് അദ്ദേഹം TV-യിലൂടെ മാധ്യമങ്ങളിലൂടെ പറയാണ്. അദ്ദേഹത്തെ ഞങ്ങൾ മാറ്റും, പക്ഷേ ജോയ് തോമസിനെ മാറ്റില്ല. KPCC പ്രസിഡന്റിനെ മാറ്റാനുള്ള ഞാൻ പറയുന്നു, ഇതൊക്കെ ആളുകൾ ഒന്നും കാണില്ല, ഇതൊന്നും മനസ്സിലാക്കാതിരിക്കുന്നവരാണ് കേരളത്തിൽ. എന്നിട്ട് കുറേ സാമുദായിക സംഘടനകളുടെ സഹായം ഉണ്ടാക്കുമെന്നുള്ള നിലയിൽ മാത്രം പറഞ്ഞു പോയാൽ മതിയോ? ശ്രീധരൻപിള്ളയോട് എനിക്ക് തോന്നുന്നത് അദ്ദേഹം സംസാരിക്കുമ്പോൾ ഈ ചർച്ചയിൽ ഞാൻ മാത്രമുണ്ടെന്നുള്ള നിലയിലാണ്. CPM ആണ് അദ്ദേഹത്തെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരുടെ എന്തുണ്ട്? അദ്ദേഹം UDF-നെ എതിർക്കുന്ന 2 ഡയലോഗ് ഇപ്പോൾ ഈ കഴിഞ്ഞ 45 മിനിറ്റായിട്ട് ഇവിടെ പറഞ്ഞത് ഞാൻ കേട്ടില്ല. അത് എന്താണ് ആ രാഷ്ട്രീയത്തിൻ്റെ ഉള്ളടക്കമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നത് നല്ലതാണ്. ശ്രീധരൻപിള്ള, താങ്കളിലേക്ക് ആ ചോദ്യത്തിനുള്ള മറുപടിക്ക് എത്താം. അതിനു മുൻപ് അഡ്വക്കേറ്റ് സുരേഷ് ബാബു ഇവിടെ സൂചിപ്പിച്ചതുപോലെ KPCC പ്രസിഡന്റ്, അവിടെ KPCC പ്രസിഡന്റ് മുന്നോട്ട് വെച്ച ഒട്ടേറെ അഴിമതികൾ, അതിൽ മുന്നോട്ട് വെച്ച എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വിയോജന കുറിപ്പുകൾ അത് പ്രകടമായ മാധ്യമങ്ങൾക്ക് മുൻപിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പുനഃസംഘടനയുടെ വിഷയത്തിൽ പോലും ആത്യന്തികമായ ഒരു നിലപാടിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യം. അങ്ങ് കാസർഗോഡ് നിന്ന് തുടങ്ങി പുനഃസംഘടന, അതിൻ്റെ ഭീകരത, സങ്കീർണത മനസ്സിലാക്കി AI ഗ്രൂപ്പുകൾ തടയിട്ടു. ഇതൊന്നും മനസ്സിലാകാതെ മുന്നോട്ട് പോകുന്ന KPCC പ്രസിഡന്റ് അവിടെ അണികൾ പോലും ഒരുപക്ഷെ സംഘടനയുടെ കെട്ടുറപ്പ് സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പത്തിലേക്ക് പോകുന്നു. അഴിമതി ഒരു വിഷയം, ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ നിൽക്കുന്നു. അവിടെ ഇന്ന് ഘടകകക്ഷികളടക്കം മുന്നോട്ട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു. ഇതൊക്കെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ഇതൊന്നും ഉൾക്കൊള്ളില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, പകരം പ്രാദേശിക വിഷയങ്ങൾ മാത്രമാണ് ഉന്നയിക്കപ്പെടുക എന്നത് യുക്തിഭദ്രമാണോ? ശ്രീധരൻപിള്ളയും ശ്രീരാമകൃഷ്ണനും ഞാൻ വളരെ സ്നേഹിക്കുന്ന, എനിക്ക് വളരെ ആദരവുള്ള നേതാക്കന്മാരാണ്. അവർ പറയുന്ന പരാമർശത്തിൻ്റെ വിഷയങ്ങളിലേക്കൊന്നും അതിൻ്റെ ആന്തരികതയിലേക്കൊന്നും കിടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കോൺഗ്രസ് പാർട്ടിയെ ഉദ്ദേശിച്ച് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം അത് അവർ പഠിച്ചു വെച്ചിട്ടുള്ളൊരു വിഷയമാണ്. ഞങ്ങളൊക്കെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്നത് ഒരു പ്ലീനമാണ്. പ്ലീനം വരാനിരിക്കുന്നുണ്ട്. പ്ലീനത്തിൽ വെച്ച് നയം മാറ്റാത്തിടത്തോളം കാലം ശ്രീരാമകൃഷ്ണനിൽ നിന്ന് ഒരിക്കലും ഒരു മറിച്ചൊരഭിപ്രായം വരില്ല. എനിക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. ഇനി പ്ലീനത്തിൽ വെച്ച് അഭിപ്രായം മാറിയിട്ടില്ലെങ്കിൽ ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഈ ആവർത്തനം കൊണ്ട് എന്തെങ്കിലും ഗുണം ഇടതുപക്ഷത്തിനോ CPM-നോ ഉണ്ടായിട്ടുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തിയാൽ മാത്രം മതി. ഞാൻ വലിയ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ തീർച്ചപ്പെടുത്തി പറയാം. 2005-ലെ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് കിട്ടിയതിനേക്കാൾ ഒരു സീറ്റെങ്കിലും കൂടുതലായിട്ടല്ലാതെ ലോക്സഭ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾക്ക് ലഭിക്കില്ല. ഞങ്ങൾ അത്രയും ആത്മവിശ്വാസത്തിലാണ്. ആ ആത്മവിശ്വാസത്തിൻ്റെ കണക്കുകൾ, അതിൻ്റെ രേഖകൾ, അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായ പ്രതലങ്ങൾ ഇപ്പോഴീ ചർച്ചയ്ക്ക് ഞാനില്ല. അത് നമുക്ക് നവംബർ 15-ന് ശേഷമുള്ളൊരു ചർച്ചയിൽ നമുക്ക് അനുവദിക്കപ്പെടുമെങ്കിൽ നമുക്ക് അന്നേരം ആലോചിക്കാം. എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞതാണ്. അരുവിക്കരയിൽ നമ്മൾ കേട്ടതാണ്, പിറവത്ത് നമ്മൾ കേട്ടതാണ്, നെയ്യാറ്റിൻകരയിൽ നമ്മൾ കേട്ടതാണ്. ഈ രാജ്യത്തിൻ്റെ മുഴുവൻ സന്ദർഭങ്ങളിലും ഈ കാര്യത്തിൽ കോൺഗ്രസിനെയും ഐക്യജനാധിപത്യ മുന്നണിയെയും കള്ളന്മാരുടെ കൊള്ളക്കാരുടെ ഒരു സംവിധാനമാക്കി അവതരിപ്പിക്കാൻ CPM ശ്രമിച്ചിട്ട് അതിനകത്ത് നിന്ന് വോട്ട് കൂടുന്നത് അടുത്തിരിക്കുന്ന ശ്രീധരൻപിള്ളയുടെ പാർട്ടിക്കാണെന്നുള്ളൊരു ബോധം, ഒരു തിരിച്ചറിവ് CPM-ന് ഇല്ലാതെ പോകുന്നത് കഷ്ടമാണ്. അത് മനസ്സിലാക്കാൻ തയ്യാറുള്ള ജനങ്ങളുണ്ട്. ജനങ്ങളത് മനസ്സിലാക്കിയിരിക്കുന്നു. അതിൻ്റെ പ്രതിഫലനം തെരഞ്ഞെടുപ്പ് വിജയത്തിലുണ്ടാകും. ശ്രീധരൻപിള്ള എന്തായാലും യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം എന്ന് ശ്രീരാമകൃഷ്ണൻ ഉദാഹരണ സഹിതം പറഞ്ഞു. അവിടെ സുരേഷ് ബാബുവും കാര്യങ്ങളെ വിശദീകരിച്ചു. ചരിത്രം ഓർമ്മപ്പെടുത്തൽ, ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു. അതിന് മറുപടി ശ്രീരാമകൃഷ്ണനോട് എനിക്ക് പറയാനുള്ളത്, ഈ അന്ധമായ RSS BJP വിരോധം ഉയർത്തിക്കാട്ടി ന്യൂനപക്ഷ വോട്ടെന്നുള്ള സ്ട്രാറ്റജിയിലാണ് അവർ പോയിക്കൊണ്ടിരുന്നത് കേരളത്തിൽ. ഇപ്പോൾ മലപ്പുറം ചോമ്പിക്കും മറ്റേതോ പറഞ്ഞു. ആ മെമ്പർഷിപ്പ് ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്ക്. ലാസ്റ്റിലെ മെമ്പർഷിപ്പ് 48% മൈനോറിറ്റി ഉള്ള ഇവിടെ നിങ്ങളുടെ പാർട്ടിയുടെ മെമ്പർഷിപ്പിൻ്റെ മതം തിരിച്ചുള്ള കണക്ക് കൊടുത്തിട്ടുണ്ടല്ലോ പാർട്ടി റിപ്പോർട്ടിൽ. ഒരു 20% മെമ്പർഷിപ്പ് നേടാൻ സാധിച്ചിട്ടുണ്ടോ?
ടോട്ടലി ഫെയിൽഡ്. അന്ന് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന നേതാക്കന്മാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാരമ്പര്യമായിട്ടൊരു അരനൂറ്റാണ്ട് 60 കൊല്ലക്കാലമായി ഇതിനെ പിന്താങ്ങിയ പിന്നോക്ക വിഭാഗങ്ങൾ അവരാണ് ഏറ്റവും അസ്വസ്ഥർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് അതുകൊണ്ട് കാലിൻ്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നു. ഒലിച്ചു പോകുമ്പോൾ ഞങ്ങളിലേക്ക് എത്തുന്നത് ദേശീയ രാഷ്ട്രീയത്തിലെ പ്രധാന കക്ഷിയാണ്. ഈ സത്യം തുറന്നു പറയുന്നതാണ്. ഇതാണ് വസ്തുത. ഒന്ന്. രണ്ടാമത്, ഞങ്ങൾ ഒരിക്കലും കോൺഗ്രസ് ഞങ്ങൾക്ക് ഞാൻ ചേട്ടാ 3% വോട്ട് ഇന്ത്യ നേടുന്ന ഒരു കക്ഷിയെ മുഖ്യ എതിരാളിയായിട്ട് കാണാൻ സാധിക്കൂ? ആ ഗതി അതിലാണ് നിങ്ങൾ എത്തിയിട്ടുള്ളത്. 57 കാലഘട്ടത്തിൽ നെഹ്റു കെ ബാർ നമ്പൂതിരിപ്പാട് ചെങ്കോട്ടയിലും ചെങ്കൊടി പാറിക്കും എന്ന് പറഞ്ഞ് 8-10% വോട്ട് കിട്ടിയിരുന്ന ഒരു കക്ഷിയാണ് ഇപ്പോൾ ഈ ഗതിയിലെത്തിയിട്ടുള്ളത്. ഇത് പാർട്ടി അണികളിൽ പോലും ശ്രീരാമകൃഷ്ണ ചെറുപ്പക്കാരായ ആൾക്കാരിൽ ഇതൊക്കെ സ്വാധീനമുണ്ട്. ഈ അന്ധമായ വിരോധം, നെഗറ്റീവിസം ഒരിക്കലും ഗുണകരമല്ല. ഒരു ഉദാഹരണം കൂടി ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ചർച്ച അല്ലെങ്കിൽ ഇപ്പോൾ ബീഹാർ ഇലക്ഷൻ നടക്കാൻ പോകുന്നു. ബീഹാറിലെ പ്രധാന പ്രതിപക്ഷം ആരായിരുന്നു? ഒരു 10-30 കൊല്ലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ദേശീയ രാഷ്ട്രീയത്തിന്റെ പ്രഭ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം എന്തായാലും സംസാരിക്കുന്നത്. എന്തായാലും മറുപടി ശ്രീരാമകൃഷ്ണനിലേക്ക് എത്താം. ശ്രീരാമകൃഷ്ണൻ, ഇവിടെ ശ്രീധരൻപിള്ള പറഞ്ഞതുപോലെ ചില അപജയങ്ങളെങ്കിലും അത് സ്വയം വിമർശനമായി ഉൾക്കൊണ്ടുകൊണ്ട് കാര്യങ്ങളെ യാഥാർത്ഥ്യത്തോടുകൂടി സമീപിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ്. അവിടെ അദ്ദേഹം സുരേഷ് ബാബു പറഞ്ഞ പ്ലീനത്തിൻ്റെ കാര്യം അദ്ദേഹം ഓർമ്മപ്പെടുത്തി. അല്ല, ഞങ്ങൾക്ക് സംഭവിച്ച അപജയങ്ങളെക്കുറിച്ച് സ്വയം വിമർശനപരമായി പരിശോധിക്കാൻ ഞങ്ങൾക്ക് എന്താ മടിയുള്ളത്? പക്ഷേ അദ്ദേഹം പറയുന്നത് അപജയമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നില്ല, ഞങ്ങളുടെ പാർട്ടിക്കും തോന്നുന്നില്ലത്. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ എന്താ, ന്യൂനപക്ഷ പ്രീണനം എന്നാണ്. ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ന്യൂനപക്ഷത്തിന് അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഭരണഘടനാപരമായ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. അതിൽ ന്യൂനപക്ഷം എത്ര പേര് ഞങ്ങളുടെ കൂടെ നിന്ന് കണക്ക് നോക്കിയിട്ട് ആക്കത്തൂക്കം നോക്കിയിട്ടല്ല ഞങ്ങൾ നിലപാട് സ്വീകരിക്കുക. അതുകൊണ്ട് ന്യൂനപക്ഷ താല്പര്യങ്ങൾ എന്ന് പറയുന്ന പ്രീണനത്തിലേക്ക് പോകുന്നത് സുരേഷ് ബാബുവിൻ്റെ പാർട്ടിയാണ്, കോൺഗ്രസ്സാണ്, UDF ആണ്. അത് വസ്തുതയാണ്. അതുകൊണ്ട് ഉദാഹരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞത്. പിന്നെ അദ്ദേഹം പറഞ്ഞപ്പോൾ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ കണക്ക് തന്നെ എടുക്കുക. ഭൂരിപക്ഷ സമുദായത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഒരേ താല്പര്യമാണോ മിസ്റ്റർ ശ്രീധരൻപിള്ള? ഏത് ബിന്ദുവിലാണ് ഇത് കൂട്ടിമുട്ടുന്നത്? ഭൂരിപക്ഷത്തിലെ സമ്പന്നനും താഴെത്തടയിലുള്ളവനും അവർണനും ദരിദ്രനും എല്ലാം ഒരേ താല്പര്യങ്ങളാണോ? ആ താല്പര്യങ്ങൾക്കിടയിലുള്ള കൂട്ടിമുട്ടലിനെ സംബന്ധിച്ച് നിങ്ങളൊന്നും പറയുന്നില്ല, നിങ്ങൾക്കൊരു നിലപാടില്ലല്ലോ. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ഇന്ത്യ രാജ്യത്തിന് ട്രേഡ് യൂണിയനുകൾ വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുന്ന മോഡി ഭൂരിപക്ഷ താല്പര്യത്തിൻ്റെ പേരിലാണോ? രാജ്യത്തിൻ്റെ ഭൂരിപക്ഷം വരുന്ന അവർണരുടെ തൊഴിൽ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലപാടുകൾ എന്തെങ്കിലും നിങ്ങൾ സ്വീകരിച്ചോ? ഭൂപരിഷ്കരണം ഈ രാജ്യത്ത് നിങ്ങൾ പൊതുവെയുള്ള വിഷയങ്ങൾ ഉയർത്തിയാണ്. നമുക്ക് സമയക്കുറവുണ്ട്. ശ്രീധരൻപിള്ള വളരെ ചുരുക്കി ഒരു 10 സെക്കൻഡിൽ മറുപടി. ഇല്ല, ഇത് ഭൂപരിഷ്കരണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബംഗാളിൽ ഇന്ന് 4ാമത്തെ കക്ഷിയാണ്. 3ാം സ്ഥാനത്ത് 4ാം സ്ഥാനത്ത്. പോളിസിയിൽ തെറ്റുപറ്റി നമ്മുടെ പാർട്ടി സമ്മതിച്ചിട്ടുണ്ട്. നിങ്ങൾ സമ്മതിക്കണ്ട. കേരളത്തിൽ സമ്മതിക്കില്ല. നിങ്ങൾ ഉപ്പുവെച്ച കലം പോലെ ഇല്ലാതാവും. അത്രേ ഉള്ളൂ. എന്തായാലും ജോൺ, വളരെ സസ്പെൻസ് വർദ്ധിക്കുകയാണോ കാര്യങ്ങൾക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിന്? കാരണം ആരോപണ പ്രത്യാരോപണങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞല്ലോ. വളരെ ചുരുക്കി 2 വാക്കിൽ. ഈ തെരഞ്ഞെടുപ്പ് ഇരു മുന്നണികളെയും സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഈ കക്ഷികളെല്ലാം അല്ലെങ്കിൽ മുന്നണികളെല്ലാം വരുന്ന ആദ്യമേ പറഞ്ഞതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുമ്പുള്ള ഒരു ഒരുക്കം അല്ലെങ്കിൽ ആർക്കനുകൂലമായിരിക്കും കാറ്റ് എന്നുള്ളതിനെപ്പറ്റി ഒരു മനസ്സിലാക്കുന്നതിനുള്ള ഒരു അവസരമായിട്ടായിരിക്കും ഈ നിയമസഭ തെരഞ്ഞെടുപ്പ്. എന്തായാലും കാര്യങ്ങൾ വാട്ടർലൂ ആകില്ല. ഈ പറഞ്ഞതുപോലെ ദേശീയ കേരള രാഷ്ട്രീയത്തിനേക്കാൾ ഉപരിയായി പ്രാദേശികമായ ചില ഒരു കരുത്ത് എന്തായാലും കൊട്ടാരക്കരയിലും പത്തനാപുരത്തും സ്ഥാനാർത്ഥി നിർണയത്തിലും ഒക്കെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് രണ്ട് മുന്നണികൾക്കും ഉണ്ടാവും. വ്യക്തമാണ്. വളരെ നന്ദി ശ്രീധരൻപിള്ള. ഒപ്പം തന്നെ അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ശ്രീരാമകൃഷ്ണൻ, മാധ്യമപ്രവർത്തകൻ ജോൺ തോമസ്, ഒപ്പം മനോജ്, കേരള കോൺഗ്രസ് ബി നേതാവ് ചർച്ചയിൽ പങ്കെടുത്തത്. മുന്നണി രാഷ്ട്രീയം, മുന്നണികൾ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്, ഇതാണ് വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്ത്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും ഇതേ സമയം.